ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം റഷ്യയുടെ S-400 എന്ന് പറയുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ന് ലോകത്തിലെ ഏറ്റവും വളരെ ടോപ്പായിട്ടുള്ള എന്നുവെച്ചാൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-400 എന്ന് പറയുന്നത്. അത് ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്, ചൈനയുടെ പക്കലുണ്ട്. അതുപോലെ തന്നെ 2017 ടർക്കിക്ക് റഷ്യ അത് നൽകിയിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ടർക്കി റഷ്യയിൽ നിന്ന് 2017 ഈ S-400 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ ഒരു ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടർക്കി നാറ്റോ മെമ്പറാണ്. അമേരിക്കയുമായിട്ടൊക്കെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഒക്കെ തന്നെ വളരെ നമുക്കറിയാം നാറ്റോയിലുള്ളൊരു രാജ്യമാകുമ്പോൾ തീർച്ചയായിട്ടും നാറ്റോയിലുള്ള അമേരിക്ക മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും അവരെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററി അലയൻസാണത്. അപ്പോൾ അതിനകത്തിൽ അവർക്കൊരു അതിൻ്റെ ആയിട്ടുള്ളൊരു മിലിറ്ററി ഒരു എന്താ പറയുന്നത് അലയൻസിൻ്റെ കോഡുണ്ടോ. കോഡെന്ന് പറഞ്ഞാൽ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പം നാറ്റോയിലുള്ള മെമ്പേഴ്സ് പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാം യൂറോപ്പിലുള്ള രാജ്യങ്ങൾ. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, ജപ്പാൻ, അല്ലെങ്കിൽ ജപ്പാൻ നാറ്റോയിലെ മെമ്പറാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എന്നാലും ഈ അവരുടെ ഏറ്റവും ഇപ്പോൾ ഇസ്രായേൽ, ഈ ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നാറ്റോ രാജ്യങ്ങളല്ലെങ്കിൽ തന്നെയും നാറ്റോ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തമാണ് അവർക്ക് തീർച്ചയായിട്ടും ഉള്ളത്. നോൺ നാറ്റോ അലൈസ് എന്ന് പറയും. കാരണം അത് അമേരിക്ക ആണ് നൽകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ആ ഒരു നോൺ നാറ്റോ എന്ന് വെച്ചാൽ നാറ്റോയിലല്ലെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം നാറ്റോയിലുള്ള രാജ്യങ്ങളോട് അല്ലെങ്കിൽ നാറ്റോയിലുള്ള രാജ്യങ്ങൾക്ക് ഉള്ള ആ ഒരു പ്രിവിലേജസും റൈറ്റ്സും ഒക്കെ തന്നെ അത് പ്രത്യേകിച്ച് എന്നാൽ അമേരിക്കയിൽ നിന്ന് വെപ്പൺസ് കിട്ടുന്ന കാര്യത്തിലുള്ള ഒരു വിഷയത്തിലൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനൊരു രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ യുക്രൈൻ്റെ വിഷയത്തിൽ യുക്രൈന് വേണ്ടി നാറ്റോ രാജ്യങ്ങളാണല്ലോ ആയുധങ്ങൾ കൊടുക്കുകയും ഫണ്ടിങ് ചെയ്യുകയും മറ്റുള്ള എല്ലാ തരത്തിലുള്ള മിലിറ്ററി സൈനികമായിട്ടുള്ള സഹായങ്ങളെല്ലാം നൽകുന്നത്. അപ്പം ടർക്കി അതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ടും അമേരിക്ക കഴിഞ്ഞ് രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു നാറ്റോയിലെ ഏറ്റവും വലിയ ആർമി അല്ലെങ്കിൽ മിലിറ്ററി എന്ന് പറയുമ്പം മിലിറ്ററി പവർ ആർമി ഫോഴ്സുള്ള ഏറ്റവും മിലിറ്ററി ഫോഴ്സ് ഉള്ളത് ടർക്കിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ടർക്കി റഷ്യയിൽ നിന്ന് ഇതുപോലെ S-400 2017 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2017 വാങ്ങിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് റഷ്യയിൽ നിന്നും നമുക്കറിയാം പൊതുവേ നാറ്റോയിലുള്ള അല്ലെങ്കിൽ ഈ നാറ്റോ സഖ്യത്തിലുള്ള നാറ്റോയിലുള്ള അംഗരാജ്യങ്ങളൊന്നും റഷ്യയുടെ ആയുധങ്ങൾ പൊതുവെ വാങ്ങിക്കാറില്ല. റഷ്യയുമായിട്ട് ഇതുപോലെ സൈനികവും പ്രതിരോധപരവും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എന്ന് നമ്മൾ പറയുന്ന തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളിലൊന്നും അവരേർപ്പെടാറില്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊന്നും തന്നെ നാറ്റോയ്ക്കകത്തുള്ള. അപ്പോൾ ഫ്രാൻസ് ആയാലും ജർമ്മനി ആയാലും ബ്രിട്ടൻ ആയാലും ഒട്ടനവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ആയാലും ഈവൻ ജപ്പാൻ ആയാലും ഇസ്രയേൽ ആയാലും റഷ്യയുമായിട്ട് ഇപ്പോൾ റഷ്യയും ഇസ്രയേലും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ തന്നെയും ഈ പറഞ്ഞ സൈനികപരമായിട്ടുള്ള ബന്ധങ്ങളൊന്നും പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് ടർക്കി 2017 റഷ്യയിൽ നിന്നും ഈ പറഞ്ഞ S-400 വാങ്ങിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു അറിവില്ല. പക്ഷേ ആ S-400 അവർ വാങ്ങിച്ച ആ സമയം മുതൽ അമേരിക്കയും ടർക്കിയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ചില ഉലച്ചിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെയും അമേരിക്കയ്ക്ക് വളരെ കടുത്ത അമർഷങ്ങളുണ്ട്. ഈ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞ S-400 മുതലായിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസൊക്കെ. കാരണം നമ്മൾ അമേരിക്കയിൽ നിന്നും അവരുടെ ഏറ്റവും എന്താണ് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വെപ്പൺസ് പ്ലാറ്റ്ഫോംസൊക്കെ തന്നെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇല്ലെങ്കിൽ തന്നെയും മറ്റ് അത്യാധുനികമായിട്ടുള്ള എയർക്രാഫ്റ്റ്, ഈ ഹെലികോപ്റ്റേഴ്സും ഡ്രോൺസും അതുപോലുള്ള വളരെ ടെക്നോളജിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള ഈ വെപ്പൺസ് പ്ലാറ്റ്ഫോംസൊക്കെ തന്നെ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ അമേരിക്കയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നതല്ല, ഇതൊരു റഷ്യയുടെ സംവിധാനമായതുകൊണ്ട് അമേരിക്കയുടെ വെപ്പൺസിൻ്റെ ഈ സിഗ്നേച്ചേഴ്സും
അതുപോലുള്ള ഡേറ്റ ഒക്കെ തന്നെ റഷ്യക്ക് ഈ പറഞ്ഞ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ വെപ്പൺ പ്ലാറ്റ്ഫോമിൽ അവർക്ക് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ അവർക്ക് എന്താണ് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളൊരു ഭയപ്പാടാണ് അമേരിക്കയ്ക്കുള്ളതെന്നുള്ളത്. അപ്പോൾ ഇത് ഈ സമയം മുതൽ ടർക്കിയും അമേരിക്കയും തമ്മിൽ ഇക്കാര്യത്തിൽ വളരെ എന്താണ് പറയുന്നത് രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയും അമേരിക്ക ഈ ടർക്കിക്ക് F-35 കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നും അവർ പിൻവാങ്ങുകയും അതുപോലെ തന്നെ F-35 ജോയിൻറ്റ് പ്രൊഡക്ഷനിൽ നിന്ന് ടർക്കിയെ അവർ പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. കാരണം അതിൻ്റെ ജോയിൻറ്റ് പ്രൊഡക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ജപ്പാനുണ്ട്, ഇറ്റലി ഉണ്ട്, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഇതിനകത്തിൽ ഈ F-35 ഏറ്റവും അത്യാധുനികമായിട്ടുള്ള അവരുടെ ഫൈറ്റർ ക്രാഫ്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ടർക്കിയെ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതോടെ ടർക്കി അതിനകത്ത് നിന്ന് അവർ റിമൂവ് ചെയ്തു. അപ്പോൾ ടർക്കി ഇപ്പോൾ ഈ S-400 തിരിച്ച് റഷ്യക്ക് കൊടുക്കാൻ തയ്യാറാവുകയാണ്, അല്ലെങ്കിൽ അതിനെ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിത് മേടിച്ചതിന് ശേഷം അമേരിക്കയിൽ നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദങ്ങളും പല അതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങളും അതുപോലെ തന്നെ ഈ F-35 എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം അവർക്ക് ലഭിക്കാതെ വരികയും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനകത്തിൽ ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ പ്രൊഡക്ഷൻ അതിനകത്തിൽ ടർക്കിയെ ഉൾപ്പെടുത്താതെ ടർക്കി അതിനകത്ത് നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്ത പ്രശ്നങ്ങളൊക്കെ തന്നെ ടർക്കിക്ക് ഭയങ്കര വൻതോതിലുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ അവർക്ക് സൈനികരമായിട്ടും അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടൊക്കെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാക്കി സെറ്റ് ബാക്സ് എന്നൊക്കെ നമുക്ക് പറയും. ഇപ്പോൾ അവർ അമേരിക്കയെ പ്രതിപ്പെടുത്താൻ വേണ്ടി ഈ പറഞ്ഞ S-400 കാരണം അമേരിക്കയും റഷ്യയും ടർക്കിയും തമ്മിലുള്ള പ്രധാന പ്രശ്നം ബോൺ ഓഫ് കണ്ടൻഷൻ എന്നൊക്കെ നമുക്ക് പറയും. അല്ലെങ്കിൽ അമേരിക്കയുടെ കണ്ണിലെ കരട് ആയിട്ട് ഇപ്പോൾ ടർക്കി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ S-400 ആണ്. അപ്പോൾ അത് ടർക്കി തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അമേരിക്കൻ പ്രസിഡൻറ്റും ഈ ടർക്കിയുടെ പ്രസിഡൻറ്റും തമ്മിൽ അവരുടെ ഒരു സമ്മിറ്റ് ഉണ്ടായിരുന്നു, ഉച്ചകോടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിലൊക്കെ തന്നെ ട്രംപിൻ്റെ യൂഷ്വൽ ആ റെട്ടറിക്ക് പോലെ തന്നെ F-35 തരാൻ ഞങ്ങൾ റെഡിയാണെന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഓൺ കണ്ടീഷൻ ഈ S-400 കാര്യം തീർപ്പ് കൽപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ F-35 പ്രോഗ്രാം ജോയിൻറ്റ് കൊളാബറേഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് പ്രൊഡക്ഷനകത്തിൽ ടർക്കിയെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ S-400 തിരികെ കൊടുക്കുകയോ അല്ലെങ്കിൽ റഷ്യക്ക് തിരികെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നാമത് രാജ്യത്തിനത് മറിച്ച് വിൽക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കണ്ടീഷണാലിറ്റി അമേരിക്ക മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് റഷ്യയിൽ നിന്നും ഈ ടർക്കി മേടിച്ച അന്ന് മുതൽ ടർക്കിക്ക് ടെൻഷൻ ആരംഭിച്ചതാണ്. കാരണം ഈ അമേരിക്കയുടെ ഓപ്പോസിറ്റ് ക്യാമ്പിൽ നിൽക്കുന്ന റഷ്യയിൽ നിന്നും ഈ പറഞ്ഞ അത്യാധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ചത് തീർച്ചയായിട്ടും അമേരിക്കയെ ഒത്തിരി അലോസരപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുകയും തന്മൂലം അമേരിക്കയ്ക്ക് ഈ ടർക്കിയുമായിട്ട് ഉണ്ടാകാമായിരുന്ന ഇതുപോലുള്ള അത്യാധുനികമായിട്ടുള്ള സൈനിക മേഖലകളിലൊക്കെയുള്ള ഒരു കൊളാബറേഷനും അല്ലെങ്കിൽ ഒരു കോപ്പറേഷനും ഒക്കെ തന്നെ അമേരിക്ക ഫ്രീസ് ചെയ്യുകയാണുണ്ടായി ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ S-400 തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ പ്രോഗ്രാമിലേക്ക് ടർക്കിയെ റീജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു അപ്രൂവൽ അല്ലെങ്കിൽ സന്നദ്ധത അമേരിക്ക പ്രകടിപ്പിക്കുമെന്നാണ് ടർക്കി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടർക്കിക്ക് S-400 കൊടുത്തു. അപ്പോൾ ടർക്കി ഇത് റഷ്യക്ക് തന്നെ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ മൂന്നാമത് ഏതെങ്കിലും രാജ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ. അപ്പം ടർക്കിക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. റഷ്യയുടെ ഭാഗത്തുനിന്ന് അപ്രൂവൽ ഉണ്ടായാൽ മാത്രമേ തീർച്ചയായിട്ടും ടർക്കിക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. റഷ്യ അപ്രൂവൽ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റഷ്യ അപ്രൂവൽ കൊടുത്ത് S-400 ഒന്നുകിൽ റഷ്യക്ക് ഇത് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ റഷ്യയും ടർക്കിയും തമ്മിൽ തീരുമാനിക്കുന്ന പോലെ മൂന്നാമത് രാജ്യത്തിന് തിരിച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയും ടർക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുകയും അവർ ഈ F-35 മുതലായിട്ടുള്ള വെപ്പൺസിൻ്റെ ജോയിൻറ്റ് പ്രൊഡക്ഷനിലെ കൊളാബറേഷനും അതുപോലെ തന്നെ ടർക്കിക്ക് ഈ പറഞ്ഞ അത്യാധുനികമായിട്ടുള്ള F-35 കിട്ടാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് റഷ്യ പക്ഷേ ഇത് ഈ ഒന്ന് എന്താണ് പറയുന്നത് തൽക്കാലം പെട്ടെന്ന് അതിനൊരു അപ്രൂവൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായി അല്ലെങ്കിൽ പെട്ടെന്ന് റഷ്യ ഇതിനെ അപ്രൂവ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണുന്നില്ല. അപ്പോൾ ടർക്കിയുടെ തന്നെ ഒരു ന്യൂസ് പേപ്പറായിട്ടുള്ള ഹുറിയത്ത് ആണിത് ക്ലെയിം ചെയ്തിരിക്കുന്നത്. S-400 റഷ്യക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി റഷ്യക്കല്ല, ഇതൊരു ഗൾഫ് മേഖലയിലുള്ള ഏതെങ്കിലും രാജ്യത്തിന് ഇത് തിരിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ ഏറ്റവും ചാൻസ് പോസിബിലിറ്റി ഉള്ളത് ഒന്നുകിൽ UAEക്കോ അല്ലെങ്കിൽ ഖത്തറിനോ ആയിരിക്കും ഈ പറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ ബയേഴ്സായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതൊരു ഊഹാപോഹം മാത്രമാണ്. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച്
ടർക്കിയുടെ ഭാഗത്തുനിന്ന് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള കൺഫർമേഷൻസ് ഒന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ റഷ്യയും സമ്മതിച്ചിട്ടുണ്ട്. കാരണം റഷ്യയും ടർക്കിയും തമ്മിൽ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തുള്ളൊരു തീർപ്പുകൽപ്പ് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഒരു രാജ്യത്തിനൊരു വെപ്പൺ പ്ലാറ്റ്ഫോം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. അത് വിറ്റ് രാജ്യത്തിനത് തിരിച്ചെടുത്തേ പറ്റത്തുള്ളൂ, ബേസ്ഡ് ഓൺ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റഷ്യ ഇതൊരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്ററാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ റഷ്യയുടെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടാണ് അവരുടെ പബ്ലിക്കായിട്ടുള്ള അക്നോളജ്മെൻറ്റ് വരുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ S-400 കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്ട്സ്, ഓൺഗോയിങ് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട്സ് തുടർന്ന് മീൻസ് ചർച്ചകൾ, നെഗോസിയേഷനോ അല്ലെങ്കിൽ ടോക്സ് ആർ ഗോയിങ് ഓൺ. അപ്പോൾ എന്തുകൊണ്ട് ടർക്കി ഇത് S-400 വേണ്ട? ശരിക്കും പറഞ്ഞാൽ ടർക്കി ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ടർക്കി ഇത് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടർക്കി ഇതുവരെ ശരിക്കും അവരുടെ സൈനികപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി S-400 അവർ ഡിപ്ലോയ് ചെയ്യുകയോ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണം. നമുക്ക് ഈ വെപ്പൺ സിസ്റ്റം നമ്മൾ മേടിച്ചു വെച്ചു, നമ്മുടെ സേനയുടെ കയ്യിലുണ്ട് എന്ന് മാത്രം പോരാ, ഇതിനെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി, ഇതിൻ്റെ ശരിക്കുള്ള പർപ്പസിന് വേണ്ടി ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ മേടിച്ച് കഴിഞ്ഞാൽ അതിനെ സിമ്മൊക്കെ ഇട്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് അതിൻ്റെ റിയൽ പർപ്പസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതും ഇതുവരെ ടർക്കി ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അവർ സേനാ വിന്യാസം അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻ്റ് ഒന്നും അവർ ചെയ്തിട്ടില്ല. മേടിച്ചതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതുവരെ ടർക്കി അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ടർക്കി S-400 2017 മേടിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സെക്യൂരിറ്റി കൺസേൺസ് ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്ക ടർക്കിയെ F-35 പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ ഈ മുകളിൽ അമേരിക്കയുടെ വളരെ ഈ പവർഫുള്ളായിട്ടുള്ളൊരു ലോ ഉണ്ട്, ക്യാറ്റ്സ് എന്ന് പറയും, CAATS എന്ന് പറയും. അതായത് അവരുടെ കൗണ്ടർ അവർ അമേരിക്ക എനിമിയായിട്ട് കരുതിയിരിക്കുന്ന രാജ്യങ്ങളോട് കച്ചവടം ചെയ്യുന്ന രാജ്യത്തിൻ്റെ മുകളിൽ, ഇപ്പോൾ ഇന്ത്യക്ക് മുകളിലൊക്കെ അവരത് ഏർപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യയൊക്കെ അമേരിക്ക തൽക്കാലം അതിനകത്ത് നിന്നും ഇളവ് ചെയ്ത് മാറ്റുന്നത്. കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്നൊക്കെ ആയുധങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടൊക്കെ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് രണ്ടാമത്തെ ടൈമിൽ വന്നപ്പോഴും പറഞ്ഞിരിക്കുന്ന ടർക്കി S-400 ഒഴിവാക്കുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ F-35 പ്രോഗ്രാമിലേക്ക് അവർക്ക് വേണ്ടി വാതിൽ തുറന്നു തരാം, അല്ലെങ്കിൽ തുറന്നു തരാൻ അമേരിക്ക തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് F-35 ഫൈറ്റർ ജെറ്റ്സ് മേടിക്കുന്നതിനെക്കുറിച്ചല്ല, F-35 പ്രോഗ്രാം ഉണ്ട് അവരുടെ മാനുഫാക്ചറിങ്. ഈ ഫൈറ്റർ സ്റ്റെൽത്ത് അത്യാധുനികമായിട്ടുള്ള 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഈ മാനുഫാക്ചർ ചെയ്യുന്നതിന് ഉള്ള ഒരു പല രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ആൻഡ് മോർ ദാൻ 10 നേഷൻസ്, 10-13 രാജ്യങ്ങൾ, കൃത്യമായിട്ട് എനിക്കറിയില്ല, മറന്നുപോയി. പക്ഷേ ജപ്പാനും ഇറ്റലിയും അതുപോലെ പല രാജ്യങ്ങളും ഇതിനകത്തിൽ, ഓസ്ട്രേലിയ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ രാജ്യങ്ങളിലൊരു ജോയിൻറ്റ് വെഞ്ചർ നമ്മൾ പറഞ്ഞില്ല. അങ്ങനെയാണ് ഇതിപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ടർക്കിയെ ഉൾപ്പെടുത്തായിരുന്നതാണ്. പക്ഷേ ടർക്കിയെ അവരതിനകത്ത് നിന്ന് പുറത്താക്കി ഈ ഒരു S-400 വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ F-35 പ്രോഗ്രാമിലേക്ക് ടർക്കിയെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ടർക്കിയെ സംബന്ധിച്ചത് ഈ പറഞ്ഞ $1 ബില്യൺ ഡിഫൻസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്നോളജി, ഫ്യൂച്ചർ മിലിറ്ററി ബിസിനസ് അമേരിക്കയുമായിട്ട് നമുക്കറിയാം. ഏത് രാജ്യവും ഈ ഒരു ബന്ധം നിലനിർത്തുകയാണെങ്കിൽ ആ രാജ്യത്തിന് ഇതുപോലുള്ള, പ്രത്യേകിച്ച് നേറ്റോ രാജ്യമായതുകൊണ്ട് അവർക്ക് അത്യാധുനികമായിട്ടുള്ള വെപ്പൺ സിസ്റ്റമൊക്കെ കിട്ടാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ടർക്കി ഈ 2017 ഇത് എന്തോ ഒരു പ്രൊവോക്കേഷൻ്റെ പേരിലോ അല്ലെങ്കിൽ പ്രലോഭനത്തിൻ്റെ പേരിലോ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചു. അതൊരു കോൺട്രാഡിക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാരണം നേറ്റോയിലുള്ള ഒരു അംഗരാജ്യം, ഒരു മെമ്പർ രാജ്യം റഷ്യയിൽ നിന്നും ആയുധം വാങ്ങിക്കുക എന്നുള്ളത് വളരെ എന്താണ് പറയുന്നത്, ഒരു വൈരുദ്ധ്യമാണ്. നമുക്ക് അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ടർക്കി എന്തോ റഷ്യയും ടർക്കിയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുകയും, അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്ന് ഈ പറഞ്ഞ S-400 വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അമേരിക്കയെ കൂടുതൽ എന്താണ് പറയുന്നത്, ഈ ടർക്കിയോട് കൂടുതൽ കർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാർഷായിട്ടുള്ള പോളിസീസ് എടുക്കാൻ കാരണമാവുകയൊക്കെ തന്നെയായിട്ടുണ്ട്. അത് ടർക്കിയെ കൂടുതൽ സാമ്പത്തികപരമായിട്ടും ഈ പറഞ്ഞ അവരുടെ സെക്യൂരിറ്റി വൈസ് എന്ന് വെച്ചാൽ സൈനിക പ്രതിരോധപരമായിട്ടൊക്കെ തന്നെ ടർക്കിക്ക് കൂടുതൽ എന്താണ് പറയുന്നത്, തിരിച്ചടികളോ അല്ലെങ്കിൽ അതൊരു പോരായ്മയായിട്ട് അവർക്കത് തോന്നിത്തുടങ്ങി. അതിനുശേഷമാണ് അവർ റഷ്യയ്ക്ക് ഇത് തിരിച്ചു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ റഷ്യയുടെ അപ്രൂവലോടുകൂടി മൂന്നാമതൊരു രാജ്യത്തിന് ഇത് തിരിച്ചു കൊടുക്കാൻ, മറിച്ച് വയ്ക്കാനുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിലേക്ക് അവരിപ്പോൾ വന്നത്.
അപ്പോൾ ടർക്കിക്ക് ഇത് മൂന്നാമത് രാജ്യത്തിന് സ്വന്തമായിട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു രാജ്യം ആയുധം വിറ്റ് കഴിഞ്ഞാൽ തന്നെ അതിനകത്തിൽ എഗ്രിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് ഫ്രാൻസ് റഫേൽ തന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ റഷ്യ ഇപ്പം S-400 ഇന്ത്യക്ക് തന്നാലും ശരി, നമ്മൾ പൈസ കൊടുത്തു വാങ്ങിക്കുന്നു എന്ന് മാത്രമല്ല, അതിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും എഗ്രിമെൻ്റ് അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് മാത്രമേ വാങ്ങിക്കുന്ന രാജ്യത്തിനും വിൽക്കുന്ന രാജ്യത്തിനൊക്കെ തന്നെ ഇതിനകത്തിൽ ആക്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മോസ്കോയുടെ അല്ലെങ്കിൽ റഷ്യയുടെ ഒരു ഫോർമലായിട്ടുള്ള അപ്രൂവൽ ഇതിനകത്തിൽ അത്യാവശ്യമാണ്. ഏത് രാജ്യത്തിന് കൊടുക്കണോ വേണ്ട എന്നുള്ള ടർക്കിക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ടർക്കി പറയുകയാണ് ഞങ്ങൾക്ക് ഈ S-400 പാകിസ്ഥാന് കൊടുക്കാനാണ് താല്പര്യം, പക്ഷേ റഷ്യ പറയുകയാണ് പാകിസ്ഥാന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ടർക്കിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ടർക്കിക്കോ അല്ലെങ്കിൽ ടർക്കിയുടെ നേതൃത്വത്തിനോ എർഡോഗാനൊന്നും അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് അവർക്കങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തന്നെയും. ഒരുപക്ഷെ ടർക്കിക്ക് ഇത് പാകിസ്ഥാന് കൊടുക്കുന്നതായിരിക്കും താല്പര്യം. കാരണം ഇന്ത്യക്ക് തള്ളുകൊണ്ടും നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധുവിലൊക്കെ ഇത് ഏറ്റവും വളരെ മികച്ച ഒരു റോൾ പങ്കുവഹിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ റഷ്യ സമ്മതിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എർഡോഗാന് ഇത് പാകിസ്ഥാന് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും റഷ്യയുടെ അപ്രൂവൽ അത്യാവശ്യമാണ്. റഷ്യയുടെ അപ്രൂവൽ കിട്ടാത്തിടത്തോളം കാലം പാകിസ്ഥാനെന്ന് മാത്രമല്ല ഒരു രാജ്യത്തിനും ഇത് മറിച്ച് വിൽക്കാനോ അല്ലെങ്കിൽ ഇത് കൊടുക്കാനോ സാധിക്കത്തില്ല. അപ്പോൾ റഷ്യ ഇത് അപ്രൂവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതുകൊണ്ട് പുടിൻ നമുക്കറിയാം യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യമായതുകൊണ്ടും വളരെ ശക്തമായിട്ടുള്ള ഡ്രോൺ മിസൈൽ അറ്റാക്കുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഡ്രോൺ അറ്റാക്കൊക്കെ തന്നെ ഈ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് റഷ്യക്കെതിരെ ഉണ്ടാകുന്നതൊക്കെ തന്നെ റഷ്യയുടെ എയർ ഡിഫൻസിനെ കൂടുതൽ അല്ലെങ്കിൽ എയർ ഡിഫൻസ് കേപ്പബിലിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പുടിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കയ്യിലുള്ള S-400 ഒക്കെ തന്നെ അതിനെ കീപ്പ് ചെയ്യാനും, അതുകൊണ്ടാണ് ഇന്ത്യക്ക് ബാക്കിയുള്ള S-400 ഒക്കെ കിട്ടാനുള്ള താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് റഷ്യ തന്നെ എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. അപ്പം ഈ അപ്രൂവൽ റഷ്യ കൊടുക്കുന്ന അപ്രൂവൽ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട അപ്രൂവൽ പുടിൻ റഷ്യ താമസിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമേരിക്കയും ടർക്കിയും തമ്മിലുള്ള ഒരു റീജോയിനിങ് ഉണ്ടല്ലോ, അതിനെ വെച്ച് താമസിപ്പിക്കുക. അത് റഷ്യയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ടുള്ള, മനസ്സിലായല്ലോ. കാരണം അമേരിക്കയുടെ ഒരു രാജ്യം കൂടുതൽ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ടർക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു രാജ്യമാണ് ജിയോ പൊളിറ്റിക്കലി. കാരണം യൂറോപ്പിനെയും ഏഷ്യയും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് നമ്മൾ പറയുന്ന മിഡിൽ ഈസ്റ്റിനെയും അല്ലെങ്കിൽ ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ടർക്കിക്ക് അതിനായിട്ടുള്ള വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ജിയോ പൊളിറ്റിക്കലി എന്നുള്ളത്. അപ്പം ഏത് രാജ്യത്തിനും അമേരിക്കയ്ക്ക്, അതുകൊണ്ടാണല്ലോ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഒക്കെ തന്നെ ടർക്കിയെ നാറ്റോയിൽ ഒരു മുസ്ലിം രാജ്യമായിട്ട് കൂടി ടർക്കി ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള നാറ്റോ മെമ്പറായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അതിനകത്തിൽ അവർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. കാരണം ടർക്കിക്ക് അത്രയും ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ രണ്ട് കോണ്ടിനെൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റഷ്യക്കതിനകത്തിൽ ഫൈനൽ വീറ്റോ, കാരണം yes or no പറയണമെന്നുള്ളത്. അപ്പോൾ റഷ്യ വെച്ച് താമസിപ്പിക്കുന്ന അവർ തമ്മിൽ വീണ്ടും ഈ പറഞ്ഞ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സൈനിക പ്രതിരോധ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ അതിനെ താമസിപ്പിക്കാം. അത് റഷ്യയുടെ ജിയോ പൊളിറ്റിക്കൽ എന്താണ് പറയുന്നത്, ഒരു അവരുടെ ദേ ആർ പ്ലേയിങ് ദ കാർഡ്സ് നമ്മൾ പറയത്തില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആരായിരിക്കും ഇതിൻ്റെ ബയർ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഒന്നുകിൽ ഖത്തറോ അല്ലെങ്കിൽ UAE ആകാനുള്ള സാധ്യതയുണ്ട്, പൊട്ടൻഷ്യൽ ബയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇറാനുമായിട്ടുള്ള ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിലും ഇറാനിൽ നിന്ന് വൻതോതിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ പ്രത്യേകിച്ച് UAE ഖത്തറും ഒക്കെ തന്നെ ഇനീഷ്യൽ ഫേസിലൊക്കെ തന്നെ വൻതോതിലുള്ള ആക്രമണങ്ങൾ നേരിടുകയൊക്കെ ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഈ ഇപ്പം യുദ്ധം ഒന്ന് അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും നമുക്കറിയാം ഭാവിയിൽ ഇനിയും ഉണ്ടാകാൻ യുദ്ധം നമുക്ക് പ്രത്യേകിച്ച് റീജിയൻ ഇതായതുകൊണ്ടും ഏത് സമയത്തും ഏത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ എയർ ഡിഫൻസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൂടുതൽ ബലപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ S-400 രണ്ടുപേരെ സംബന്ധിച്ച് ഖത്തറിനെ സംബന്ധിച്ചും UAE സംബന്ധിച്ചും ഒരു ബെറ്റർ ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതിൽ ഒഫീഷ്യലായിട്ട് ടർക്കി ആയാലും ശരി റഷ്യ ആയാലും ഇത് വാങ്ങിക്കാൻ പോകുന്ന രാജ്യം ഏതാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നമുക്കറിയാം UAE ആയാലും ഖത്തറായാലും ടർക്കിയെ പോലെ തന്നെ നാറ്റോ മെമ്പർ അല്ലെങ്കിൽ തന്നെ അമേരിക്കയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ പ്രധാനപ്പെട്ട മിലിറ്ററി ബേസസ് ഒക്കെ തന്നെ ഉള്ള രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ ടർക്കിയിൽ നിന്ന് S-400 റിമൂവ് ചെയ്താലും അമേരിക്കയുടെ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല. കാരണം അമേരിക്കയുടെ ക്യാമ്പിലുള്ള 2 രാജ്യങ്ങളായിട്ടുള്ള UAE ആണോ ഖത്തറാണോ ഇത് മേടിക്കുന്നതെങ്കിൽ തന്നെയും വീണ്ടും അമേരിക്കയ്ക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ അതിനകത്തിൽ ഒരു എന്താ പറയുന്നത്, ഒരു താല്പര്യമില്ലായ്മ അമേരിക്കയ്ക്കുണ്ടാകും. കാരണം അമേരിക്കയുടെ ബേസസ് എല്ലാം ഈ പറഞ്ഞ രാജ്യങ്ങളിലും തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലെല്ലാം ഉള്ളതുകൊണ്ട്. ഖത്തറിൽ തന്നെ അമേരിക്കയുടെ US അൽ ഉദയ്ദ് എയർബേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ UAEയിലും അമേരിക്കയുടെ സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററി പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യയുടെ ഈ വളരെ എന്താണ് പവർഫുള്ളായിട്ടുള്ള ഈ റഡാർ സിസ്റ്റം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം, റഡാർ സിസ്റ്റമാണ്, അത്യാധുനികമായിട്ടുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളോട് കൂടിയുള്ളൊരു റഡാർ സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ നമുക്കറിയാം അമേരിക്കയുടെ വെപ്പൺസാണ് ഈ F-35 അല്ലെങ്കിൽ F-15, F-16 ഇതുപോലുള്ള വെപ്പൺസ് പ്ലാറ്റ്ഫോം ഒക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾ, സൗദിയും ഇസ്രായേലാണ് F-35 ഉള്ള, ബാക്കി രാജ്യങ്ങൾക്കൊന്നുമില്ല. F-15, F-16 ഒക്കെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം എപ്പോഴും അവരുടെ കയ്യിൽ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. S-400 ഈ പറഞ്ഞ രാജ്യങ്ങളിൽ റഷ്യയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഇവിടെ എവിടെയെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് തന്നെ പണി കിട്ടും. കാരണം F-35ൻ്റെ ഫുൾ സിഗ്നേച്ചറും ഈ പറഞ്ഞ S-400 ഒപ്പിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ഭയമാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം ടർക്കിയിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാലും, ഇത് UAEയിലേക്കോ അല്ലെങ്കിൽ ഖത്തറിലേക്കോ വന്നു കഴിഞ്ഞാലും ഒരേ പ്രശ്നം തന്നെയാണ് അമേരിക്ക നേരിടാൻ പോകുന്നത്. അപ്പോൾ ഇത് റഷ്യയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയ്ക്കും പ്രശ്നമുണ്ട്. കാരണം അമേരിക്കയുടെ ബേസ്, കാരണം ഇത് ഒരു ഭാഗത്തൂടെ മാത്രമല്ല, കാരണം മറിച്ച് ഇങ്ങോട്ട് നടക്കുമല്ലോ. ഇപ്പോൾ S-400 അവരുടെ വെപ്പൺസിൻ്റെ സിഗ്നേച്ചേഴ്സും അല്ലെങ്കിൽ ഡാറ്റയെല്ലാം കളക്ട് ചെയ്യുന്ന പോലെ തന്നെ S-400ൻ്റെ ഡാറ്റയും ഈ പറഞ്ഞ അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാനും കളക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് റഷ്യയെ സംബന്ധിച്ചും ഒരു പ്രശ്നമാണ്. അപ്പോൾ US എയർക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ തന്നെ ഡാറ്റ ഈ പറഞ്ഞ S-400 കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അമേരിക്കയ്ക്കും അല്ലെങ്കിൽ അമേരിക്കൻ ഇസ്രായേലിനൊക്കെ തന്നെ ഈ റഡാറിൻ്റെ ഈ ഫ്രീക്വൻസി ട്രാക്കിംഗ് കേപ്പബിലിറ്റീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രോസ് ആൻഡ് കോൺസ് പറയും, അനുകൂലവും പ്രതികൂലമായിട്ടുള്ള ഈ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ, എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതപ്പോൾ റഷ്യയ്ക്കും വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ റഷ്യ ഓൾറെഡി ഇന്ത്യയിലും ചൈനയ്ക്കും ടർക്കിക്കുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ എക്സ്പോർട്ട് മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഏത് രാജ്യം ഏത് വെപ്പൺ അവർ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒറിജിനൽ സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേർഷനായിരിക്കും. അതിൻ്റെ ഇപ്പോൾ ഫ്രാൻസ് നമുക്ക് റഫേൽ, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഫ്രാൻസ് നമുക്ക് റഫേൽ തരുന്നു എന്നുള്ളതുകൊണ്ട് ഫ്രാൻസ് ഉപയോഗിക്കുന്ന റഫേലിനകത്തുള്ള മൊത്തം ഫീച്ചേഴ്സ് അതുപോലെ ആയിരിക്കത്തില്ല നമുക്ക് തരുന്നത്, അതിൽ കുറവായിട്ടുള്ള ഫീച്ചേഴ്സിനായിരിക്കും. അതുപോലെ S-400 ഇപ്പോൾ റഷ്യ ഉപയോഗിക്കുന്ന S-400 പോലെ ഫുൾ ഫ്ലഡുള്ള ഫീച്ചേഴ്സ് വെച്ചായിരിക്കത്തില്ല നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ മറ്റു രാജ്യത്തിന് കൊടുക്കുന്നത്. അതെല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യ പിന്നെ ബ്രഹ്മോസ് ഇന്തോനേഷ്യയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ ഫിലിപ്പീൻസ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന ബ്രഹ്മോസിനകത്തിൽ ഏതെല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടോ ആ പൂർണ്ണമായിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതിൻ്റെ എക്സ്പോർട്ട് വേർഷനായിരിക്കും കൊടുക്കുന്നത്. അതിനകത്തിൽ ഫീച്ചേഴ്സൊക്കെ വളരെ കുറവായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ടെക്നോളജിക്കകത്തിൽ ഇപ്പം റഷ്യയ്ക്ക് വലിയ പേടിക്കാനൊന്നുമില്ല. കാരണം ടെക്നോളജി അത്ര പൂർണ്ണമായിട്ടും ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ടാണല്ലോ. അതുപോലെ തന്നെ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ, അമേരിക്കയും മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഈ S-400ൻ്റെ കേപ്പബിലിറ്റീസും അതുപോലെ തന്നെ അവരുടെ ഈ S-400 ശക്തിയെക്കുറിച്ചും ദൗർബല്യത്തെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ട്, കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഇലക്ട്രോണിക് സംവിധാനമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ എന്താണ് പറയുന്നത്, മറ്റു രാജ്യങ്ങൾക്ക് ഇതിനെ ട്രാക്ക് ചെയ്യാനും ഡാറ്റ കളക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതും, അപ്പോൾ റഷ്യയ്ക്കും അതൊരു പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇന്ത്യ അതിലൊരു ബയറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യ അതിലും ടർക്കിയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാൻ റഷ്യ സമ്മതിച്ചാലും നേരിട്ട് വാങ്ങിക്കുമെന്ന് നമുക്കറിയത്തില്ല. ചില ആൾക്കാർ ഇത് പറയുന്നുണ്ട്, സെക്യൂരിറ്റി ഈ ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ അനലിസ്റ്റ് പറയുന്നത് ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ ബയറാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇന്ത്യൻ എയർഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സേന ഇത് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയുടെ അപ്രൂവൽ ഇന്ത്യക്ക് വേണ്ടിയാണെങ്കിൽ ഒരു പക്ഷേ അതിന് പ്രയാസമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയും ടർക്കിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. വളരെ അത്രയ്ക്ക് ട്രേഡ് നടക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഈ ക്രൂഷ്യലായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളൊന്നും തന്നെ ഇന്ത്യയും ടർക്കിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന് കാരണം ടർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള അകമഴിഞ്ഞ ബന്ധമാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ധു സമയത്തൊക്കെ നമുക്കറിയാം ടർക്കി എത്രത്തോളം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും യുദ്ധം തുടങ്ങിയ സമയത്തൊക്കെ തന്നെ പാകിസ്ഥാനെ ഡ്രോൺസും അല്ലെങ്കിൽ അത്യാധുനികമായിട്ടുള്ള ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റം കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും ടർക്കി പാകിസ്ഥാനെ ആം ചെയ്യുന്നുണ്ട്, ആയുധവൽക്കരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാൻ വൻതോതിൽ ടർക്കിയിൽ നിന്നും
ഡ്രോണുകൾ, അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളും മറ്റ് ഈ വെപ്പൺ സിസ്റ്റമൊക്കെ തന്നെ വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ടർക്കിയിൽ നിന്നും ഈ പറഞ്ഞ ഒരു വെപ്പൺ സിസ്റ്റം വാങ്ങിക്കുകയോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു യെസ് പറയാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. റഷ്യയ്ക്ക് താല്പര്യമാണെങ്കിൽ തന്നെയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.